ഇനി എന്താണ് യോഗ എന്ന് പറയുന്നത്? യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയും യോഗം കൂടുക. എന്നിട്ട് ആരുമായിട്ട് യോഗം കൂടുക? ഭഗവാനുമായിട്ട് യോഗം കൂടുക. എങ്ങനെ? ഭഗവാനുമായിട്ട് കണക്റ്റ് ആവുക. ഇപ്പോ നമ്മൾ ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോൺ ഡയൽ ചെയ്യുന്നു, റിങ് അടിക്കുന്നു. അപ്പോൾ എന്തായി? യു ആർ കണക്റ്റഡ് ടു ദാറ്റ് പേഴ്സൺ. അതായത് നിങ്ങൾ ആ വ്യക്തിയായിട്ട് സംസാരിക്കാൻ കഴിയും, നിങ്ങൾ ആ വ്യക്തിയായിട്ട് ചാറ്റ് ചെയ്യാൻ കഴിയും, ആ വ്യക്തിയെ വീഡിയോ കോൾ ചെയ്യാൻ കഴിയും. ഇതിനെയാണ് കണക്ഷൻ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ യോഗ എന്ന് പറയുന്നത്. സോ ഹൗ ടു കണക്ട് വിത്ത് ദ സുപ്രീം ലോർഡ്, അതിനെയാണ് യോഗ എന്ന് പറയുന്നത്. ഭഗവാനുമായിട്ട് എങ്ങനെ ഒരു സമ്പർക്കം പുലർത്താം എന്നാണ്. പക്ഷേ ഇന്നത്തെ കോമാളികൾ യോഗയുടെ പേരിൽ ഭഗവാനെ മാറ്റി വെച്ചിരിക്കുക. അതായത് ഒരു ഫോൺ നമ്പർ ഇല്ലാതെ നമുക്ക് ആരെങ്കിലും ഡയൽ ചെയ്യാൻ പറ്റുമോ? ഒരു ഫോൺ എന്തിനാണ് നൽകിയിരിക്കുന്നത്? മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. അതിൽ ആരെങ്കിലും ഡയൽ ചെയ്യണം, ആ വ്യക്തി ആരാണ് നമുക്കൊരു ബോധ്യം വേണ്ടി, എന്നിട്ടല്ലേ ആ വ്യക്തിയായിട്ട് സംസാരിക്കേണ്ടത്. പക്ഷെ യോഗ എന്ന് പറഞ്ഞാൽ ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്പർ ഡയൽ ചെയ്യാന്ന് പറഞ്ഞുകൂടാ, നമ്പർ ഏതാണെന്ന് പോലും അറിഞ്ഞൂടാ. എത്ര വിചിത്രമായിട്ടുള്ള ലോകമാണ് നോക്കണം. അതൊരു യോഗ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്. ഇപ്പൊ നമ്മൾ ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏതൊക്കെ രീതിയിലായിരിക്കാം? ആദ്യം വളരെ VIP ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ നമ്മൾ ആദ്യം അറിയുന്ന എങ്ങനെയായിരിക്കാം? ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ കാണുന്നു, വീഡിയോസ് കാണുന്നു. അപ്പോൾ ആ വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാൻ നമുക്കൊരു താല്പര്യം തോന്നും. പിന്നെ എന്തായിരിക്കും? ആ വ്യക്തിയുടെ നമ്പർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയുടെ നമ്പർ കണ്ടുപിടിക്കുക. നമ്പർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? എങ്ങനെയെങ്കിലും നമുക്ക് ആ വ്യക്തിയെ കാണാൻ എത്രത്തോളം താല്പര്യമുണ്ടെന്ന് അറിയിക്കുക, മെസ്സേജ് വഴി എന്തെങ്കിലുമൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? കോൾ ചെയ്യുക. കോൾ ചെയ്ത് സംസാരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഡെയിലി സംസാരിച്ചു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും തോന്നും, വാട്സപ്പ് നമ്പരും തരുമോ? എന്തിനാ? അല്ല ചുമ്മാ. പിന്നെ വാട്സാപ്പ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ? പ്രൊഫൈൽ പിക്ചർ കാണാം, സ്റ്റേറ്റസ് എന്താണെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സുഖമാണോ, ഇങ്ങനെയൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അടുത്ത എന്തായിരിക്കും? ഒന്ന് വീഡിയോ കോൾ ചെയ്യോ? ഇങ്ങനെ പിന്നെ സ്ഥിരം വീഡിയോ കോള്. പിന്നെന്താ? എപ്പോഴാണ് നമുക്കൊന്ന് കാണാൻ കഴിയുക? അങ്ങനെ ഒരു ദിവസം കാണും, കണ്ടു കഴിഞ്ഞാൽ ഇനി എപ്പോഴാണ് കാണുന്നത്? ഇങ്ങനെ വീണ്ടും പല പ്രാവശ്യം കണ്ട് ഞാനും കൂടെ വന്നോട്ടെ, ഓക്കെ വന്നു. ഇതാണ് യോഗ. വളരെ സിമ്പിൾ. അതായത് ഒരു ഫോൺ നമ്പറിൽ നിന്ന് തുടങ്ങി ആ ഫോൺ നമ്പർ ആരുടെയാണോ ആ വ്യക്തിയുടെ ഒടുവിൽ ജീവിക്കുന്ന ഒരവസ്ഥയിൽ. അതിനെയാണ് യോഗയുടെ പടികൾ എന്ന് പറയുന്നത്. അല്ലാതെ കർമ്മയോഗ ധ്യാനം എവിടെ മനസ്സിലാവും? വളരെ സിമ്പിളാണ്. ഒരു ഫോൺ നമ്പറിൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് അൾട്ടിമേറ്റ്ലി യോഗയുടെ പരമോന്നത അവസ്ഥയിൽ എന്തുവാ? ആ വ്യക്തിയായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഒറ്റക്കാലം നിന്ന് തലകുത്തി നിന്നിട്ട് ആർക്ക് എന്ത് കിട്ടാൻ? ശ്വാസം ഇതിലൂടെ കയറ്റി അതിലൂടെ കയറ്റിയിട്ട് എന്ത് കിട്ടാൻ? ഒന്നും കിട്ടാൻ. ഇതൊക്കെ തെറ്റാണെന്നല്ല, ഇത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം.